248. 248? ആ 248 പ്രാവശ്യമായി നീ ഇപ്പൊ എന്നെ വിളിക്കാൻ തുടങ്ങിട്ട്. ഓ അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടല്ലേ? ആടാ ഇത് എണ്ണി വെക്കാനുള്ള സാധനമാണല്ലോ. ഇത്രയും തവണ വിളിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയാടാ. അളിയാ, ഒരു ഫ്രണ്ട് ഭാര്യയെക്കാളും വലുത്. അത് എന്നെ പോലെ ഒരു ഫ്രണ്ട്. രാവിലെ എണീക്കുമ്പോ തന്നെ ഒരു വിളി. കക്കൂസി പോയാ അവിടെ നിന്നും വിളിക്കും. ഇനി എവിടെയെങ്കിലും പുറത്തു പോയാലോ അവിടെ നിന്നും വിളിക്കും. അളിയാ, എടുക്കാതിരുന്നാ പിന്നെയും വിളിക്കും. എന്തോന്നടേ ഇതൊക്കെ? അതിന് ഞാനിന്ന് 1.5 മണിക്കൂറല്ലേ വിളിച്ചിട്ടുള്ളൂ. നീ ഇങ്ങനെ ചൂടാവല്ലേ? ആവും. ഇനി വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ ബ്ലോക്ക് ചെയ്യും. പിന്നെയും വിളിക്കുന്നു. കട്ടി ഇവനൊക്കെ ബ്ലോക്ക് ചെയ്താലേ നല്ലത്. ബ്ലോക്ക്ഡ് ഫ്രം വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം. ഇപ്പൊ ഒരു സ്വസ്ഥതയുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കാം. ജിപേയിൽ മെസ്സേജ് അയക്കണ കൊള്ളാം. ഹലോ. എടാ നിനക്ക് ബോധമില്ലടാ. എടാ നിന്നെ ഞാൻ അവോയ്ഡ് ചെയ്യണമെന്ന് നിനക്ക് മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും ഇല്ലേ? അതിനാണ് ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തത് എല്ലാത്തിനും. ഇപ്പം അത് ജിപേയിൽ മെസ്സേജ് അയക്കുന്നു. എടാ നിന്റെ കോൾ എനിക്ക് എടുക്കാനുള്ള താല്പര്യമില്ല. നീ വെച്ചിട്ട് പോവാൻ നോക്കിയേ. അയ്യോ, നിനക്ക് ഞാൻ ഇത്ര വെറുപ്പീരാണെന്ന് അറിഞ്ഞില്ലടാ. എനിക്ക് ഈ കൂട്ടുകാരായി നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിനക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നീ വെച്ചോ, ഞാൻ ഇനി വിളിക്കില്ല. എന്തൊക്കെയാണ് നീ വിളിച്ചു പറഞ്ഞേ? അളിയ സോറിടാ, ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ആലോചിച്ചുള്ളൂ. ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞതാടാ. നീ സീരിയസ് ആയി എടുക്കണ്ട. നീ പറഞ്ഞടാ അളിയ. അളിയാ, ഒരാളോട് സംസാരിക്കാൻ പോലും ആളില്ലാത്ത ഈ ഒരു കാലത്ത് എന്നോട് മിണ്ടാൻ അവനെങ്കിലും ഉണ്ടല്ലോ. അവൻ വിളിക്കട്ടേന്ന്.